ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന പൊട്ടിയ പ്ലാസ്റ്റിക് ചെടിച്ചട്ടികളും അതുപോലെ ബക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റർ ഐഡിയ ആണ്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പൊട്ടിയ പ്ലാസ്റ്റിക്കിൻ്റെ ആ ചെടിച്ചട്ടി കൊണ്ടുള്ളൊരു പ്ലാന്ററാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള 2 ചട്ടികളാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 2 ചട്ടിയുടെയും ഈ ഒരു ഭാഗമൊക്കെ പൊളിഞ്ഞു പോയതാണ്. ഇനി ഇതിൽ ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ചട്ടി എടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു 2 ചട്ടികളും നമുക്ക് ഇങ്ങനെ ഒന്ന് ഈ ഒരു ഷേപ്പിൽ സ്റ്റിക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ആ പൊട്ടിയ ആ ഭാഗം ഉണ്ടല്ലോ, അത് രണ്ടും സെയിം സൈഡിൽ വരാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചാണ് ഇത് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. നല്ല രീതിയിൽ തന്നെ അതവിടെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും വിട്ടു പോരാത്ത ഒരു സ്ഥിതിയിലാണത് ഇരിക്കുന്നത്. ഇപ്പോൾ ഞാനിത് നല്ല രീതിയിൽ തന്നെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഹോട്ട് ഗ്ലൂ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ അതുകൊണ്ട് സ്റ്റിക്ക് ചെയ്തത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഹോട്ട് ഗ്ലൂ ഇല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ ഒക്കെ ഇട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി വേണ്ടത് ഇതുപോലെയുള്ള കയറാണ്. ഇനി ചെയ്യേണ്ടത് ഈ ഒരു പൊട്ടിയ ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഭാഗം മൊത്തമായിട്ട് കയറ് കൊണ്ടൊന്ന് ചുറ്റിയെടുക്കുക. ഇപ്പോൾ ആ ഒരു ഭാഗം ഞാൻ കയറുകൊണ്ട് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു പൊട്ടിയ ഭാഗമൊന്നും കാണാനൊന്നും പറ്റണില്ല. ഇനി ബാക്കിയുള്ള ഭാഗം ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് റെഡ് ഇനാമൽ പെയിൻ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പെയിൻറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ അക്രിലിക് പെയിൻ്റൊക്കെ ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിതിന് മൊത്തമായിട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനാമൽ പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് തിളക്കവും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു പൊട്ടിയ ഭാഗം ഇപ്പോൾ കാണുന്നേ ഇല്ല. ഇങ്ങനെ പൊട്ടിയൊരു ചട്ടിയാണെന്ന് അത് കണ്ടാലേ തോന്നില്ല. അപ്പോൾ ശരിക്കും ഇതൊരു പ്ലാന്റർ സ്റ്റാൻഡ് പോലെയാണ് ഞാനിത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതുമേ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇതുപോലെ ഇങ്ങനെ പൊട്ടിപ്പോയ ചട്ടികളൊന്നും പിന്നെ നമുക്ക് ചെടി വെക്കാൻ കുറച്ച് മടിയായിരിക്കും. അതിൻ്റെ ഒരു ഭംഗി കിട്ടൂലല്ലോ. നമ്മൾ കളയാറാണ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള പൊട്ടിയ ചട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അധികം ചിലവില്ലാത്ത ഒരു പ്ലാന്റ് സ്റ്റാൻഡ് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് വളരെ സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെ പൊട്ടിയ ചട്ടികളൊക്കെ വീട്ടിലുള്ളവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഭംഗിയായിരിക്കും കാണാൻ. അടുത്ത പ്ലാന്റർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെയുള്ള ഒരു ബക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബക്കറ്റ് പൊട്ടിയതൊന്നുമല്ല, പക്ഷേ അത്യാവശ്യം ഡാമേജ് വന്നതാണ് കേട്ടോ. പെയിൻ്റൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബക്കറ്റ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് നമുക്ക് വേണ്ടത് കയറ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബക്കറ്റ് ഈ രീതിയിലൊന്ന് കമിഴ്ത്തി വെക്കുക. എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് കയറൊന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഗ്ലൂ കൊണ്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കുക. പിന്നെ സാധാ പോലെ ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതിയാകും.
ഇപ്പോൾ ഇതാ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ഞാനിങ്ങനെ കയറുകൊണ്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് ചുറ്റിയെടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ. ജസ്റ്റ് ഒന്ന് ഈ ബക്കറ്റുമ്മ കയറിങ്ങനെ ചുറ്റിയെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. നമുക്കധികം ടൈമൊന്നും വേസ്റ്റ് ആകുന്നുമില്ല. ഇപ്പോൾ ഇതാ ഞാനിത് ഫുള്ളായിട്ട് കയറൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ കയറുമുള്ള ഈ നാരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ നാരുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ഒരു ബോറായിരിക്കും കാണാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഞാൻ ആ നാരുകളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലാന്റ് സ്റ്റാൻഡ് പോലെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ്സിൻ്റെ പോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ ഒരു പ്ലാന്റ് സ്റ്റാൻഡ് ഒരു സാധാ ബക്കറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ 2 പ്ലാന്റ് സ്റ്റാൻഡിൻ്റെ ഐഡിയ ആണ് ഞാനിന്ന് ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതുപോലെയുള്ള ബക്കറ്റുകളും പൊട്ടിയ ചെടിച്ചട്ടികളൊക്കെ നമ്മൾ എന്തായാലും കളയുള്ളൂ, ആക്രിക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ഇതൊന്നും വീട്ടിൽ വെക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇതുപോലൊക്കെ ഉള്ളവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ ഒരു പ്ലാന്റ് സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.